ഗ്രൂപ്പിൽ ആരെങ്കിലും ഒന്ന് ഒരു മെസ്സേജ് ചെയ്യും, എല്ലാവരോടൊന്ന് ജോയിൻ ചെയ്യാൻ പറയും. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? സ്ക്രീൻ കാണാവോ? Yes, sir. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അൾട്രാസോണിക് ടെസ്റ്റിംഗ് മെത്തേഡിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിലാണ്. ഇൻസ്ട്രുമെന്റ്സ് ഇൻ അൾട്രാസോണിക് ടെസ്റ്റിംഗ് മെത്തേഡ്. എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെന്റ്സ് അൾട്രാസോണിക് ടെസ്റ്റിംഗ് നമുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണ്? ഹലോ, Transducer, pulse receiver. പൾസർ റിസീവർ യൂണിറ്റ്, ദെൻ ട്രാൻസ്ഡ്യൂസർ, ദെൻ കഴിഞ്ഞ പൾസർ റിസീവർ യൂണിറ്റ് ട്രാൻസ്ഡ്യൂസറും മാത്രം മതിയോ? ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ആയോ? വേറെന്ത് വേണം? ഹലോ, ഹലോ, ഇവിടെ ട്രാൻസ്ഡ്യൂസറും പൾസർ റിസീവർ യൂണിറ്റും മാത്രം വെച്ചാൽ നിങ്ങൾക്ക് ടെസ്റ്റിംഗ് ചെയ്യാൻ കഴിയുമോ? ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ആക്കാൻ കഴിയുമോ? ഏ എടാ, ഞാൻ പറയുന്നത് കേൾക്കാത്തതുകൊണ്ടാണോ റിപ്ലൈ ചെയ്യാത്തത്, അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാത്തത്? ഹലോ, Sir. എന്റെ ചോദ്യം കേട്ടായിരുന്നോ? എന്തൊക്കെ വേണം ഒരു അൾട്രാസോണിക് ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ? പൾസർ റിസീവർ യൂണിറ്റും ട്രാൻസ്ഡ്യൂസർ, ഓക്കെ. പിന്നെ എന്ത് വേണം? ഞാൻ ഈ ഡിസ്പ്ലേ ചെയ്ത് വെച്ച് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? സ്ക്രീൻ കാണാവോ? Yes, sir. Yes, sir. അതിൻ്റെ അകത്തൊരു ഹെഡിങ് കാണുന്നുണ്ടോ? Couplants. കപ്ലന്റ്. ഇങ്ങനെ ഒരു സാധനം വേണോ ടെസ്റ്റ് ചെയ്യാൻ? വേണം. പിന്നെ എന്ത് ഇത് വാതോർന്ന് പറയണത് ഇത്ര മടി? എത്ര നേരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാ ദിവസവും ഇവിടെ വന്നിട്ട് ഈ റേഡിയോയിൽ വാർത്ത വായിക്കുന്ന പോലെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടോ? ഇത് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ വെള്ളത്തിൽ ഇങ്ങനെ വരച്ച വര പോലെ ഇങ്ങനെ എന്തോ മാഞ്ഞു പോകും. ഞാൻ ചോദിക്കുന്നതൊന്നും ഒന്നും ഉണ്ടാവില്ല, ഒരു മറുപടി ഉണ്ടാവില്ല, ഒരു റെസ്പോൺസ് ഉണ്ടാവില്ല. ഇത് ആർക്കു വേണ്ടി ഇങ്ങനെയെല്ലാം മെനക്കെട്ട് ക്ലാസ് എടുക്കുന്നത്? നമുക്ക് എന്തെങ്കിലും ചടങ്ങായിട്ട് തീർക്കാൻ വേണ്ടിയാ? അങ്ങനെ തീർത്തു പോകാനാണെങ്കിൽ ഇത് പണ്ടേ തീർന്നിട്ടുണ്ടാവും. ഈ മൊഡ്യൂളും കഴിഞ്ഞും സിലബസും കഴിഞ്ഞ് സബ്ജക്ട് കഴിഞ്ഞിട്ടുണ്ടാവും. കപ്ലന്റും കഴിഞ്ഞു. ഇനി എന്തെങ്കിലും വേണോ ടെസ്റ്റ് ചെയ്യാൻ?
നിങ്ങൾ പറഞ്ഞ പൾസർ റിസീവർ യൂണിറ്റും ട്രാൻസ്ഡ്യൂസർ യൂണിറ്റും ഒരു കപ്ലന്റും തന്നു. നിങ്ങൾ അതിൽ ടെസ്റ്റ് ഫീസും ഉണ്ട്. ടെസ്റ്റിംഗ് ആയോ? കഴിഞ്ഞോ? ടെസ്റ്റ് ചെയ്യാൻ ഇത്രയും സാധനം മതിയോ? ഡിസ്പ്ലേ സ്ക്രീൻ പിന്നെ റിസീവർ അല്ലേ? സോ ഡിസ്പ്ലേ ഡിവൈസ്, ഇത്രയാണ് പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെന്റ്സ്. അതിൽ 2 ഇൻസ്ട്രുമെന്റിനെ പറ്റി കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തു. പൾസർ റിസീവർ യൂണിറ്റിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്, ട്രാൻസ്ഡ്യൂസർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കുറെ ടൈപ്സ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന കോമൺലി യൂസ് ചെയ്യുന്നത് പീസോ ഇലക്ട്രിക് സെറാമിക്സ് ആണ്. അതല്ലാത്ത കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന പോളിമർ മെറ്റീരിയൽ PVDF, അതല്ലാതെ ഇലക്ട്രോ മാഗ്നറ്റിക് ടൈപ്പ്, നോൺ കോൺടാക്ട് ടൈപ്പ്, ഇലക്ട്രോ മാഗ്നറ്റിക് അക്കോസ്റ്റിക് ട്രാൻസ്ഡ്യൂസർ, ഇങ്ങനെ കുറെ എലമെന്റുകളെ പറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഇൻസ്ട്രുമെന്റ് ഇൻ അൾട്രാസോണിക് ടെസ്റ്റിംഗ്, ദാറ്റ് ഈസ് കപ്ലൻസ്. എന്തിനാ കപ്ലന്റിന്റെ ആവശ്യം എന്നുള്ളത് ഒരു 10-15 തവണ ഞാൻ ഈ മൊഡ്യൂൾ എടുക്കുന്നതിനിടയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ കപ്ലന്റിന്റെ ആവശ്യം? എയറുമായിട്ടുള്ള എയർ ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്യാൻ. എന്തിനാ എയർ ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്യുന്നതിൽ റിമൂവ് ചെയ്യുന്നത്? അക്കോസ്റ്റിക് ഇംപിഡൻസ് കുറയ്ക്കാൻ, അക്കോസ്റ്റിക് ഇംപിഡൻസിന്റെ മിസ്മാച്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? സോ കപ്ലന്റ് എന്നുള്ളത് നെസസറി ആയിട്ടാണ്. കപ്ലന്റ് ഇല്ലാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് മെറ്റീരിയലിലേക്ക് അയക്കുന്ന കുറെ വേവിനെ, സൗണ്ട് വേവിന്റെ ഒരു മെജോറിറ്റി പാർട്ടിനെയും എയർ എന്ത് ചെയ്യും? റെസിസ്റ്റ് ചെയ്യും. അക്കോസ്റ്റിക് ഇംപിഡൻസ് ഉണ്ടാവും, റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ എയർ നമ്മളെ മെറ്റീരിയലിലേക്ക് വളരെ കുറച്ച് സൗണ്ട് വേവിന് മാത്രമേ അയക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് വളരെ പുവർ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കപ്ലൻസ് എന്നുള്ളത് നെസസറി ഐറ്റംസ് ആണ്, അല്ലെങ്കിൽ നെസസറി ഇൻസ്ട്രുമെന്റ് ഇൻ അൾട്രാസോണിക് ടെസ്റ്റിംഗ്. സോ എ കപ്ലന്റ് ഈസ് എ മെറ്റീരിയൽ ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് ദി ട്രാൻസ്മിഷൻ ഓഫ് അൾട്രാസോണിക് എനർജി ഫ്രം ദ ട്രാൻസ്ഡ്യൂസർ ഇൻ ടു ദി ടെസ്റ്റ് സ്പെസിമെൻ. നമ്മുടെ കയ്യിലുള്ള ട്രാൻസ്ഡ്യൂസറിൽ നിന്നും നമ്മുടെ സ്പെസിമെനിലേക്ക് സൗണ്ട് വേവിനെ മാക്സിമം അയക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മാക്സിമം അതിന്റെ എല്ലാ പ്രോപ്പർട്ടീസും നഷ്ടപ്പെടാതെ മാക്സിമം സൗണ്ട് വേവ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇന്റർമീഡിയേറ്റിംഗ് ലെയർ ആണ് കപ്ലന്റ് ലെയർ എന്ന് പറയുന്നത്. So a couplant is generally necessary because the acoustic impedance mismatch between air and solid is large. ഒരു സോളിഡ് സർഫസിൽ നിന്നും ജനറേറ്റ് ചെയ്ത് വരുന്ന സൗണ്ട് വേവ് എയറിലേക്ക് എത്തുമ്പോൾ എയർ എന്ത് ചെയ്യും? നല്ല പോലെ അതിനെ റെസിസ്റ്റ് ചെയ്യും. അതായത് സോളിഡ് എയർ ഇന്റർഫേസിൽ അക്കോസ്റ്റിക് ഇംപിഡൻസ്, ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് മാക്സിമം ആണ്. അതുകൊണ്ട് തന്നെ പ്രോബ് എന്ന് പറയുന്ന സോളിഡ് മെറ്റീരിയലിൽ നിന്നും സൗണ്ട് വേവിനെ ഞാൻ ജനറേറ്റ് ചെയ്ത് നമ്മുടെ മെറ്റീരിയലിലേക്ക് അയക്കുമ്പോൾ ഇൻ ബിറ്റ്വീനിൽ എയർ ഉണ്ടെങ്കിൽ എയർ എന്ത് ചെയ്യും? ഈ സോളിഡിൽ നിന്ന് വരുന്ന മാക്സിമം സൗണ്ട് വേവിനെ റെസിസ്റ്റ് ചെയ്യും. പിന്നെ മെറ്റീരിയലിലേക്ക് വളരെ കുറച്ചേ എത്തുള്ളൂ. അപ്പൊ ആ ഒരു അക്കോസ്റ്റിക് ഇംപിഡൻസിന്റെ മിസ്മാച്ചിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കപ്ലന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ therefore nearly all of the energy is reflected and very little is transmitted into the test material. The couplant displaces the air and makes it possible to get more sound energy into the test specimen so that a usable ultrasonic signal can be ഒപ്റ്റെയിൻ. ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പ്രോബ് ഒക്കെ വെച്ചിട്ട് വളരെ പ്രോപ്പർ ആയിട്ട് നമ്മുടെ റിക്വയർഡ് ഫ്രീക്വൻസി റേഞ്ചിലുള്ള സൗണ്ട് വേവ് ഒക്കെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മെറ്റീരിയലിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് അവിടെ എയർ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് നമ്മുടെ സൗണ്ട് വേവ് കംപ്ലീറ്റ് ആയിട്ട് മെറ്റീരിയൽ എത്തിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കപ്ലന്റ് എന്ന് പറയുന്ന എലമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ കപ്ലൻസ് തന്നെ എന്തൊക്കെ എലമെന്റ്സ് കപ്ലന്റ് ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളതൊക്കെ നമ്മൾ റഫായിട്ട് പറഞ്ഞിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദ കേസും വാട്ടർ തന്നെയാണ് ഉപയോഗിക്കുക. അതില്ലാത്ത സമയങ്ങളിൽ ഓയിൽ ഉപയോഗിക്കും, ജെൽ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കപ്ലന്റ് മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇൻ കോണ്ടാക്ട് അൾട്രാസോണിക് ടെസ്റ്റിംഗ് എ തിൻ ഫിലിം ഓഫ് ഓയിൽ, ദാറ്റ് ഈസ് ഗ്ലിസറിൻ ഓർ വാട്ടർ ഈസ് ജനറലി യൂസ് ബിറ്റ്വീൻ ദി ട്രാൻസ്ഡ്യൂസർ ആൻഡ് ദ ടെസ്റ്റ് സർഫസ്. കോണ്ടാക്ട് ടെസ്റ്റിംഗ് എന്താണെന്നും ഇമ്മേർഷൻ ടെസ്റ്റിംഗ് എന്താണെന്നൊക്കെ നമ്മൾ ടെസ്റ്റിംഗ് ടൈപ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കോണ്ടാക്ട് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ഡ്യൂസർ എലമെന്റും വർക്ക് പീസും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് വരും. ബട്ട് അവിടെ ഒരു തിൻ എയർ ഗ്യാപ്പ് ഉണ്ടാവും, ഒരു തിൻ എയർ ഫിലിം ഉണ്ടാവും. അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ എന്തുപയോഗിക്കും? കപ്ലന്റ് മീഡിയം ഉപയോഗിക്കും. അപ്പോൾ കോണ്ടാക്ട് ടെസ്റ്റിംഗിലെ കപ്ലന്റിന്റെ ലെയർ എന്ന് പറയുന്നത് തിൻ ഫിലിമാണ്, അല്ലെങ്കിൽ ചെറിയ മൈക്രോ റേഞ്ചിലുള്ള തിക്നെസ് ഉള്ള ഫിലിം ആയിരിക്കും. നേരെ മറിച്ച് നമ്മുടെ ഇമ്മേർഷൻ ടെസ്റ്റിംഗിലാണെങ്കിൽ നമുക്കറിയാം, ഇമ്മേർഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്ലന്റ് മീഡിയത്തിനകത്തേക്ക് നമ്മുടെ വർക്ക് പീസിനെയും പ്രോബിനെയും നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുകയാണ്, ഇമ്മേഴ്സ് ചെയ്ത് വെക്കുകയാണ് അല്ലെ. അപ്പൊ അവിടെ ഇമ്മേർഷൻ ടെസ്റ്റിംഗിലാണെങ്കിൽ ട്രാൻസ്ഡ്യൂസറും ടെസ്റ്റ് പീസും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ മാക്സിമം ആയിരിക്കും. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കപ്ലന്റ് മീഡിയം അവിടെ ഉണ്ട്. സോ ഇൻ ഇമ്മേർഷൻ അൾട്രാസോണിക് ടെസ്റ്റിംഗ് ബോത്ത് ദ ട്രാൻസ്ഡ്യൂസർ ആൻഡ് ദ പാർട്ട് ആർ ഇമ്മേഴ്സ്ഡ് ഇൻ ദി കപ്ലന്റ് which is typically water. Most of the cases water ആണ് immersion testing ലെ couplant media ആയിട്ട് യൂസ് ചെയ്യുന്നത്. This method of coupling makes it easier to maintain a consistent coupling while moving and manipulating the transducer or the part. അതായത് നമ്മുടെ പാർട്ട് ഈ ഇമ്മേർഷൻ ടെസ്റ്റിംഗും കോണ്ടാക്ട് ടെസ്റ്റിംഗും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം, രണ്ടിലും കപ്ലന്റ് ഉണ്ട്. കോണ്ടാക്ട് ടെസ്റ്റിംഗിലാണെങ്കിൽ കപ്ലന്റിന്റെ ലെയർ എന്ന് പറയുന്നത് വളരെ തിൻ ആയിരിക്കും,
ലെയർ തിക്നെസ്. നേരെ മറിച്ച് ഇമ്മേർഷൻ ടെസ്റ്റിങ്ങിനകത്ത് ഒരു ഹെവി തിക്നെസ് ഫോർമേഷൻ അല്ലെങ്കിൽ ഹെവി തിക്നെസ് ഇൻ കപ്ലന്റ് മീഡിയ ആണ്. നമുക്കറിയാം നമ്മൾ വെള്ളത്തിനകത്തേക്ക് തന്നെ പാർട്ടും ട്രാൻസ്ഡ്യൂസറും മുക്കി വെക്കുകയാണ്. നമ്മൾ കോണ്ടാക്ട് ടെസ്റ്റിങ്ങിനകത്ത് നമ്മൾ സർഫസിലൂടെ പ്രോബിങ്ങിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് ചില സ്ഥലത്ത് കപ്ലന്റ് തീരെ ഇല്ലാത്ത സ്ഥലം ഉണ്ടാവാം, നമ്മൾ അപ്ലൈ ചെയ്ത് ശരിയാവാത്തതുകൊണ്ട്. ചില സ്ഥലത്ത് നല്ലപോലെ കപ്ലന്റ് ഉള്ള സ്ഥലം ഉണ്ടാവാം. ഒരു കൺസിസ്റ്റന്റ് ലെയർ ആയിരിക്കൂല, ഇങ്ങനെ വാരി ചെയ്തുകൊണ്ടിരിക്കുന്ന ലെയർ ആയിരിക്കും കോണ്ടാക്ട് ടെസ്റ്റിംഗിൽ. പക്ഷെ ഇമ്മേർഷൻ ടെസ്റ്റിംഗിൽ നമുക്കറിയാം കപ്ലന്റിനകത്താണ് നമ്മുടെ പ്രോബും വർക്ക് പീസും എല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കൺസിസ്റ്റന്റ് ലെയർ എപ്പോഴും ഇമ്മേർഷൻ ടെസ്റ്റിങ്ങിനകത്ത് ഉണ്ടാവും. സോ ഇതാണ് കോണ്ടാക്ട് ടെസ്റ്റിംഗും ഇമ്മേർഷൻ ടെസ്റ്റിംഗിന്റെ ഫിഗർ. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ട്രാൻസ്ഡ്യൂസർ എലമെന്റ് ഉണ്ട്, വർക്ക് പീസ് ഉണ്ട്. ഇവരുടെ രണ്ടിന്റെ ഇടയിൽ കപ്ലന്റ്, ഈ ബ്ലാക്ക് കളറിൽ കാണിച്ച ലെയർ കപ്ലന്റ് ലെയർ ആണ്. ഇതിൽ തന്നെ കാണാം ഡിഫറെന്റ് തിക്നെസ്സിലാണ് ഓരോ സ്ഥലത്തും ഉള്ളത് അല്ലെ. സോ ഓരോ സ്ഥലത്ത് വരുമ്പോൾ ഈ കപ്ലന്റിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഒരു യൂണിഫോംലി വാരിങ്ങോ അല്ലെങ്കിൽ അൺഈവൺ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് കപ്ലന്റിന്റെ. നേരെ മറിച്ച് നമ്മുടെ ഇമ്മേർഷൻ ടെസ്റ്റിംഗ്, ഇവിടെ നിങ്ങൾക്ക് ഈ ബീക്കറിനകത്ത് ഇവിടെയൊക്കെ വെള്ളമുണ്ട് അല്ലെ. ഈ വെള്ളത്തിനകത്ത് വാട്ടർ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. വാട്ടറിനകത്ത് നമ്മുടെ ടെസ്റ്റ് പീസും പ്രോബും രണ്ടും ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് ഏത് നേരം നോക്കി കഴിഞ്ഞാലും പ്രോബിന്റെയും ടെസ്റ്റ് പീസിന്റെ ഇടയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് എപ്പോഴും എന്തുണ്ടാവും, വാട്ടർ ഉണ്ടാവും അല്ലെ, അതായത് കപ്ലൻസ് ഉണ്ടാവും. സോ ദിസ് ഈസ് ഇമ്മേർഷൻ ആൻഡ് കോണ്ടാക്ട് ടെസ്റ്റിംഗ്. സോ കപ്ലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഗ്യാപ്പ് റിമൂവ് ചെയ്യുക. എന്തിനാ എയർ ഗ്യാപ്പ് റിമൂവ് ചെയ്യുന്നത് വെച്ചാൽ അക്കോസ്റ്റിക് ഇമ്പിഡൻസ് മിസ്മാച്ചിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ നെക്സ്റ്റ് എലമെന്റ് ആണ് അൾട്രാസോണിക് ടെസ്റ്റിംഗിലെ പ്രധാനപ്പെട്ട 4 ഇൻസ്ട്രുമെന്റ്സിൽ ഒന്നാമത്തത് പൾസർ റിസീവർ യൂണിറ്റ് ആയിരുന്നു. രണ്ടാമത്തത് അൾട്രാസോണിക് പ്രോബുകളായിരുന്നു. മൂന്നാമത്തത് നമ്മൾ പറഞ്ഞു കപ്ലന്റ് മീഡിയം ആണ്. നാലാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ്, ഇതില്ലാതെ നമുക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഡിസ്പ്ലേ ഡിവൈസസ്. നമുക്ക് റിസൾട്ട് കാണണം, ഇന്റർപ്രറ്റ് ചെയ്യണം. റിസൾട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ ആവശ്യമായ ഡിസ്പ്ലേ യൂണിറ്റുകളാണ് അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് എലമെന്റ് ഇൻ അൾട്രാസോണിക് ടെസ്റ്റിംഗ്. നമ്മുടെ ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വർക്കിംഗ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ഫിഗർ പഠിച്ചിട്ടുണ്ട്. ആ ഫിഗറിനകത്ത് ഈ പറയുന്ന 4 എലമെന്റുകളുണ്ട്. പൾസർ റിസീവർ യൂണിറ്റ് ഉണ്ട്, ട്രാൻസ്ഡ്യൂസർ ഉണ്ട്. ഈ ഗ്യാപ്പിൽ വർക്ക് പീസിന്റെയും മെറ്റീരിയലിന്റെയും ട്രാൻസ്ഡ്യൂസറിന്റെയും ഗ്യാപ്പിൽ കപ്ലന്റ് ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന സാധനം, ഡിസ്പ്ലേ ഡിവൈസുകൾ ഉണ്ട്. ഈ ഡിസ്പ്ലേ ഡിവൈസ് എങ്ങനെയാണ് നമുക്ക് റിസൾട്ട് തരുന്നത്? റിഫ്ലക്ട് ചെയ്തു വരുന്ന വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ഒരു ആക്സിസ് ആയിട്ടും അതേപോലെ മെറ്റീരിയൽ തട്ടി റിഫ്ലക്ട് ചെയ്തു വരുന്ന സമയം മറ്റൊരു ആക്സിസിലുമായിട്ട് എടുത്തിട്ടുള്ള റിസൾട്ട് ആണ് നമുക്ക് തരുന്നത്. അപ്പൊ ഇതൊരു ടൈപ്പ് ഓഫ് ഡിസ്പ്ലേ ഡിവൈസ് ആണ്. എല്ലാ കേസിലും ഇതേപോലുള്ള ഡിസ്പ്ലേ ഡിവൈസ് അല്ലെങ്കിൽ ഈ 2 ആക്സിസ് വെച്ചിട്ട് മാത്രമാണോ ചെയ്യാന്ന് വെച്ചാൽ അല്ല. നമ്മളിപ്പോ യൂസ് ചെയ്യുന്നത് കുറെ സോഫ്റ്റ്വെയർ മെറ്റീരിയൽസ് ഒക്കെയാണ്, സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ട് ഇന്റർപ്രിട്ടേഷൻ ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഡിവൈസ് തന്നെ പല ടൈപ്പ് ഉണ്ട്. അപ്പൊ ആ ടൈപ്പുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിസ്പ്ലേ ഡിവൈസസ് ആർ വിച്ച് റിസീവ്സ് ഡാറ്റ ഓർ സിഗ്നൽ is displays either in a video mode or in a radio frequency mode. Normally oscilloscopes and CRTs are used as display devices. നമുക്ക് മെറ്റീരിയലിലേക്ക് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സൗണ്ട് വേവ് ക്രാക്കിലും ചിലപ്പോൾ ക്രാക്കില്ലാതെ ബാക്ക് വാളിലൊക്കെ തട്ടി തിരിച്ചു വരുമ്പോൾ ആ തിരിച്ചു വരുന്ന വേവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വീഡിയോ ഫോർമാറ്റിലോ അല്ലെങ്കിൽ ഒരു റേഡിയോ ഫ്രീക്വൻസി ഫോർമാറ്റിലോ അതായത് ഒരു എക്കോ ഫോർമാറ്റിലൊക്കെ നമുക്ക് തരുന്ന ഡിവൈസുകളാണ് ഡിസ്പ്ലേ ഡിവൈസ്. ഈ ഡിസ്പ്ലേ ഡിവൈസ് തന്നെ 3 രീതിയിലാണുള്ളത്. ഫസ്റ്റ് വൺ എ സ്കാൻ ഡിസ്പ്ലേ, സെക്കൻഡ് വൺ ബി സ്കാൻ ഡിസ്പ്ലേ, തേർഡ് വൺ സി സ്കാൻ, ABC. എ സ്കാൻ ഡിസ്പ്ലേ ഓർ എ സ്കാൻ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ പ്രിൻസിപ്പിൾ പറഞ്ഞ സ്ഥലത്തുണ്ടല്ലോ, വർക്കിംഗ് പ്രിൻസിപ്പിൾ പറഞ്ഞ സ്ഥലത്തുള്ള ഡിസ്പ്ലേ ഡിവൈസ്, അതിൽ എക്സ് ആക്സിസിൽ എന്തായിരുന്നു? ആ ഡിസ്പ്ലേ യൂണിറ്റിന്റെ എക്സ് ആക്സിസിൽ ടൈം ആയിരുന്നു കൊടുത്തത്. അതായത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരുന്ന നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന സൗണ്ട് വേവ്സ് ക്രാക്കിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ തട്ടിയിട്ട് തിരിച്ചു വരാൻ എടുക്കുന്ന സമയം നമ്മൾ എക്സ് ആക്സിസിലും, വൈ ആക്സിസിൽ എന്താ എടുത്ത്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് വേവ്. ആ സ്കാനിങ്ങിന് അല്ലെങ്കിൽ ആ ഒരു ഡിസ്പ്ലേ ഡിവൈസിനെയാണ് എ സ്കാൻ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞതൊക്കെ എ സ്കാൻ പ്രസന്റേഷൻ ആണ്. എ സ്കാൻ പ്രസന്റേഷൻ ഡിസ്പ്ലേസ് ദ എമൗണ്ട് ഓഫ് റിസീവ്ഡ് അൾട്രാസോണിക് എനർജി ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. അതായത് റിസീവ്ഡ് അൾട്രാസോണിക് എനർജി നമ്മൾ ആംപ്ലിറ്റ്യൂഡ്, അൾട്രാസോണിക് സൗണ്ട് വേവിന്റെ ആംപ്ലിറ്റ്യൂഡും ടൈമും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് തരുന്ന ഡിസ്പ്ലേ ഡിവൈസുകളെയാണ് എ സ്കാൻ പ്രസന്റേഷൻ എന്ന് പറയുന്നത്. The relative amount of received energy is plotted along the vertical axis, that is y axis, and the elapsed time is displayed along the horizontal axis, that is x axis. X ആക്സിസിലെ ടൈമും y ആക്സിസിൽ റിഫ്ലക്ട് ചെയ്ത് വരുന്ന വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിന്റെ
എനർജി കുറയുമ്പോൾ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറയും. സോ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് എനർജി നമുക്ക് റിലേറ്റ് ചെയ്യാം. Okay, in the A-scan presentation, relative discontinuity size can be estimated by comparing the signal amplitude obtained from an unknown reflector to that from a non-reflector. The depth can be determined. നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ടെസ്റ്റ് പീസ് ഇവിടെ കാണാൻ നിങ്ങൾക്ക്. ഈ എലമെന്റ് ടെസ്റ്റ് പീസാണ്. ഈ ഒരു സ്റ്റെപ്പ് പോലെയുള്ള ഇതൊരു ടെസ്റ്റ് പീസാണ്. ഓക്കെ, ഇതിനെ സ്കാൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന് തന്നെയാണ് നമ്മൾ സ്കാനിങ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോ റിവൈസ് ചെയ്യാം. ഇവിടെ എൻ്റെ കയ്യിൽ ഒരു പ്രോബ് ഉണ്ട്. ഇവിടെ ഒരു പ്രോബ് ഉണ്ട്. ഈ പ്രോബിനെ ഞാൻ ഇതിന്റെ സർഫസിലൂടെ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുക, അതായത് സ്കാൻ ചെയ്യണം അല്ലെങ്കിൽ അതാണ് ടെസ്റ്റിങ് ചെയ്യണം, അൾട്രാസോണിക് ടെസ്റ്റിംഗ്. അപ്പൊ ഇവിടെ ഇപ്പൊ നോക്കുക, നമ്മൾ ഈ പ്രോബിന്റെ സ്ഥലത്ത് ഇവിടെ ഇപ്പോ നേരെ താഴേക്ക് സൗണ്ട് വേവ് പോകും. എവിടെയെങ്കിലും ക്രാക്ക് ഉണ്ടാവും? ഇല്ലല്ലോ, എവിടെയും ഇല്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് സൗണ്ട് വേവ് പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എ സ്കാൻ ഡിസ്പ്ലേ, ഇതാണ് എ സ്കാൻ ഡിസ്പ്ലേ. ഇതിൽ വൈ ആക്സിസിൽ സിഗ്നൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ എടുക്കും, എക്സ് ആക്സിസിൽ ടൈം എടുക്കും. സോ ജസ്റ്റ് സ്കാനിങ് യൂണിറ്റ്, അതായത് പ്രോബിൽ നിന്നും സൗണ്ട് വേവ് നമ്മുടെ ടെസ്റ്റ് പീസിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ തന്നെ കുറച്ച് റിഫ്ലക്ട് ചെയ്ത് തരും. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടിയാണ് ഇനീഷ്യൽ പൾസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് സീറോ ടൈം അല്ലെ. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മൊമെന്റ്, ഞാൻ അൾട്രാസോണിക് ടെസ്റ്റിംഗ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്, ടൈം ഇപ്പൊ 0 ആണ്. തുടങ്ങിയ ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഈ പ്രോബിൽ നിന്ന് നമ്മുടെ സർഫസിൽ, മെറ്റീരിയൽ സർഫസിൽ തട്ടി കുറച്ച് അവിടെ തന്നെ റിഫ്ലക്ട് ചെയ്ത് വരും. ആ റിഫ്ലക്ട് ചെയ്ത് വരുന്നതിന് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് തന്നെ ഉണ്ടാവും. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത, ജനറേറ്റ് ചെയ്ത സൗണ്ട് വേവിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ തന്നെ നമുക്ക് ഈ ഒരു 0 ടൈം ഒരു ഹൈ ആംപ്ലിറ്റ്യൂഡ് എക്കോ കിട്ടും അല്ലെ. ദാറ്റ് ഈസ് ഇനീഷ്യൽ പൾസ്. ഓക്കെ, ദെൻ ഈ പോകുന്ന വഴിയിൽ എവിടെയും ക്രാക്ക് ഇല്ലല്ലോ, എവിടെയും ക്രാക്ക് ഇല്ല. ബട്ട് ബാക്ക് വാൾ ഉണ്ട്. ഈ ബാക്ക് വാൾ തട്ടിയിട്ട് ഒരു പർട്ടിക്കുലർ ടൈം ആവുമ്പോൾ സിഗ്നൽ റിസീവ് ചെയ്യും. ആ റിസീവ് ചെയ്ത് വരുന്ന സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? ഇനീഷ്യൽ പൾസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കോ കൂടുതലായിരിക്കോ? കുറവായിരിക്കും. അപ്പൊ നമുക്ക് ഞാൻ പ്രോബ് സ്കാനിങ് തുടങ്ങി, 1 സെക്കൻഡ് കഴിഞ്ഞു. ഇവിടെ ടൈം നമ്മൾ സെക്കൻഡിലാണ് എടുക്കുന്നതെന്ന് വെച്ചോ, അല്ലെങ്കിൽ മിനിറ്റോ എന്തോ ആയിക്കോട്ടെ, ഞാനിപ്പോ സെക്കൻഡിലാണ് എടുത്തതെന്ന് വെച്ചോ. കുറച്ച് കഴിഞ്ഞപ്പോ ഇവിടുന്ന് സൗണ്ട് വേവ് ഇവിടെ താഴെ എത്തി തിരിച്ച് മേലയിലേക്ക് എത്തുമ്പോഴേക്കും നമുക്കൊരു വേവ് കിട്ടും, അല്ലെങ്കിൽ ഒരു എക്കോ കിട്ടും. അപ്പൊ ആ എക്കോ നമുക്ക് പറയാം ദാറ്റ് ഈസ് ബാക്ക് വാൾ എക്കോ. ആ ബാക്ക് വാളിനെ ഞാൻ എ എന്ന് പറഞ്ഞിട്ട് നെയിം ചെയ്തിട്ടുണ്ട്. സോ ഒരു 8 മിനിറ്റ് അല്ലെങ്കിൽ 8 സെക്കൻഡ് ഒക്കെ ആകുമ്പോഴേക്കും എനിക്കൊരു എക്കോ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഇനീഷ്യൽ പൾസിനേക്കാളും അതിന്റെ ആംപ്ലിറ്റ്യൂഡ്, എയുടെ ആംപ്ലിറ്റ്യൂഡ് കുറവാണ്. ഇനി ഞാൻ ഇതേ മെറ്റീരിയലിൽ തന്നെ നമ്മുടെ പ്രോബിനെ മൂവ് ചെയ്യാണ്. പ്രോബിനെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് മൂവ് ചെയ്യാണ്. മൂവ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഈ പ്രോബ് ഇവിടെ എത്തിയെന്ന് വെച്ചോ, നമ്മുടെ സെൻട്രൽ പൊസിഷനിൽ ഇവിടെ പ്രോബ് ഇപ്പൊ ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് ഇവിടുന്ന് ടെസ്റ്റ് ചെയ്യുമ്പോഴും നേരത്തെ പോലെ തന്നെ എന്ത് കിട്ടും? ജസ്റ്റ് ഒരു ഇനീഷ്യൽ പൾസ് കിട്ടും അല്ലെ. 0 ടൈമിൽ ഒരു ഇനീഷ്യൽ പൾസ് കിട്ടും. ദെൻ ഇവിടുന്ന് സൗണ്ട് വേവ് പോയിട്ട് ഈ ബിയിൽ തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്ത് വരൂലേ, ക്രാക്ക് അല്ലേ അല്ലെ? ക്രാക്കിൽ തട്ടി തിരിച്ചു വരും. ഇതിനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് നേരത്തെ എടുത്ത പോലെ 8 സെക്കൻഡ് അല്ലെ 8 മിനിറ്റ് ഒക്കെ എടുക്കുമോ? ഇല്ലല്ലോ. നേരത്തെ ഇത്രയും ദൂരം സഞ്ചരിച്ചു വരാനാണ് 8 മിനിറ്റ് എടുത്തത്. ഇവിടെ ഇപ്പോ അതിന്റെ ഏതാണ്ട് സെൻട്രൽ ആയിട്ടാണ് ഉള്ളത്. നേരത്തേക്കാളും ചെറിയ സമയം വേണ്ടു, ഒരു 4 മിനിറ്റ് അല്ലെ 4 സെക്കൻഡ് ഒക്കെ ആകുമ്പോഴേക്ക് വരും. പക്ഷെ വരുന്ന വേവിന് നേരത്തേക്കാളും ഈ ബാക്ക് വാളിൽ തട്ടി വന്ന എക്കോയെക്കാളും ആംപ്ലിറ്റ്യൂഡ് കൂടുതലായിരിക്കോ കുറവായിരിക്കോ? കുറവായിരിക്കും. കാരണം ഇത് ക്രാക്ക് ആണ്. ക്രാക്കിൽ നിന്ന് കുറച്ച് സിഗ്നൽ വേവ്സ് ഡിസ്റ്റോർഷൻ സംഭവിക്കും. പക്ഷെ നേരത്തേക്കാളും കുറച്ച് സ്പീഡിൽ, കുറച്ച് ടൈം മുമ്പിലായത്. നേരത്തെ 8 മിനിറ്റ് ഒക്കെ എടുത്തെങ്കിൽ ഇപ്പോ ഒരു 4 മിനിറ്റിനുള്ളിൽ ഒരു എക്കോ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കിയത് അവിടെ ഒരു 4 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒരു എക്കോ വന്നിട്ടുണ്ട്. നേരത്തെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഹയർ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടായിരുന്നു, ഇപ്പോ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു. ഒരു ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ വേവ് വന്നു. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഡിഫക്റ്റ് എക്കോ എന്ന് പറയാം. അപ്പൊ ഒരു ഡിഫക്റ്റ് എക്കോ കിട്ടി. ഇനി കഴിഞ്ഞില്ല, ഞാൻ ഈ സ്കാനിങ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. ഞാൻ അടുത്ത മൊമെന്റിൽ പ്രോബിനെ ഏറ്റവും എക്സ്ട്രീം എൻഡിലേക്ക് മാറ്റി. ഇപ്പൊ പ്രോബുള്ള പൊസിഷന്റെ നേരെ താഴെയിൽ ഒരു ക്രാക്ക് ഉണ്ട്. ഇവിടുന്ന് സൗണ്ട് വേവ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു ഇനീഷ്യൽ എക്കോ ഉണ്ടാവും. ഇവിടുന്ന് സൗണ്ട് വേവ് വന്ന് ഈ സിയിൽ തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്ത് പോകും. ഇതിനെടുക്കുന്ന സമയം നേരത്തേക്കാളും വളരെ ചെറിയ സമയമുള്ളൂ. കാരണം പ്രോബിന്റെ നിയർ ബൈ ഏരിയയിൽ തന്നെയാണ് സി ഉള്ളത് അല്ലെ. അപ്പൊ ഇവിടെ
ക്രാക്കിൽ നിന്നും കുറച്ച് വേവ് ഡിസ്റ്റോഷൻ ഉണ്ടാവും. പക്ഷെ ഇത് ഏറ്റവും അടുത്ത സ്ഥലത്തായതുകൊണ്ട് തന്നെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിലുള്ള വേവ് ആയിരിക്കും ക്രാക്കിൽ എത്തിയിട്ടുണ്ടാവുക. പക്ഷെ അവിടുന്ന് കുറച്ച് ഡിസ്റ്റോഷൻ കഴിഞ്ഞ് തിരിച്ചു വരുന്നത് ഇനീഷ്യൽ പൾസിനേക്കാളും ഒബ്വിയസ്ലി ആംപ്ലിറ്റ്യൂഡ് കുറവായിരിക്കും. പക്ഷെ ടൈം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. ഒരു 2 സെക്കൻഡിനുള്ളിൽ തന്നെ ക്രാക്കിന്റെ എക്കോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി എ സ്കാൻ പ്രസന്റേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എ സ്കാൻ പ്രസന്റേഷൻ 2 ആക്സിസ് ആണ് നമ്മുടെ ഡിസ്പ്ലേ ഡിവൈസിൽ. എക്സ് ആക്സിസ് ഇലാപ്സ് ടൈം അല്ലെങ്കിൽ ട്രാവൽ ടൈമും, വൈ ആക്സിസ് നമ്മുടെ റിഫ്ലക്ട് ചെയ്ത് വരുന്ന വേവിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡും തമ്മിൽ കോറിലേറ്റ് ചെയ്യുന്ന ഡിസ്പ്ലേ യൂണിറ്റുകളെയാണ് എ സ്കാൻ പ്രസന്റേഷൻ അല്ലെങ്കിൽ എ സ്കാൻ ഡിസ്പ്ലേ ഡിവൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എ സ്കാൻ എന്ന് പറയുന്ന ഡിസ്പ്ലേ ഡിവൈസ് ആണ് നമ്മൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒക്കെ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എ സ്കാൻ പ്രസന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്ലക്റ്റഡ് വേവ്സിന്റെ അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് വേവിന്റെ ഇലാപ്സ്ഡ് ടൈമും എനർജിയും അല്ലെങ്കിൽ സിഗ്നൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു പ്രസന്റേഷനെയാണ് നമ്മൾ എന്ത് പറയാ, എ സ്കാൻ പ്രസന്റേഷൻ എന്ന് പറയാം. അല്ലെ, ക്ലിയർ അല്ലേ? ഇനി ഈ എ സ്കാൻ പ്രസന്റേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ്, ക്രാക്കിനെ പറ്റിയുള്ള എന്തൊക്കെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാൻ പറ്റും? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഈ പ്രോബിനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ ഈ ടെസ്റ്റിംഗ് മെത്തേഡിനെ പറ്റി പറയുന്ന സമയത്തൊക്കെ ക്രാക്കിന്റെ എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? എനിക്കറിയാം ഇവിടെ ബി എന്ന് പറഞ്ഞിട്ടൊരു ക്രാക്ക് ഉണ്ട്, സി എന്ന് പറഞ്ഞിട്ടൊരു ക്രാക്ക് ഉണ്ട്. ഈ ക്രാക്കിന്റെ എന്തെങ്കിലും ഇൻഫർമേഷൻ നമുക്ക് ഈ എ സ്കാൻ പ്രസന്റേഷൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ? എത്ര ഡിസ്റ്റൻസിലാണ് ഡിസ്റ്റൻസ് മീൻസ് ഡെപ്ത്, എത്ര ഡെപ്തിലാണ് ക്രാക്ക് ഉള്ളത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാ പറ്റുക? ഈ അൾട്രാസോണിക് സൗണ്ട് വേവിന്റെ വെലോസിറ്റി എനിക്ക് അറിയാമെങ്കിൽ, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഈ ഡിസ്റ്റൻസ് ഇതാണ് എനിക്ക് അറിയാത്തത്, വെലോസിറ്റി എനിക്ക് അറിയാം. ടി എവിടുന്ന് കിട്ടും? ഡിസ്പ്ലേ ഡിവൈസിൽ ടി കിട്ടും. ഈ ടി എന്ന് പറയുന്നത് ആക്ച്വലി ക്രാക്കിൽ എത്തി തിരിച്ചു വരാൻ എടുക്കുന്ന സമയമാണ്. സോ T/2 എടുത്താൽ മതി അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ ഡെപ്ത് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് ടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂലേ? ക്രാക്കിന്റെ ഡെപ്ത് ഇൻഫർമേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എ സ്കാൻ പ്രസന്റേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. ദിസ് ഈസ് എ സ്കാൻ ഡിസ്പ്ലേ ഡിവൈസ് അല്ലെങ്കിൽ എ സ്കാൻ പ്രസന്റേഷൻ മെത്തേഡ്. ഓക്കെ, then what is B scan presentation? B scan presentation is a profile view of the or cross-sectional view of test specimen. In B scan, the time of flight of the sound energy is displayed along vertical axis. അപ്പൊ ഇവിടുത്തെ ഡിസ്പ്ലേ ഡിവൈസിൽ 2 ആക്സിസിൽ എന്തൊക്കെയാണ് എടുക്കുന്നത് പറയുന്നത്. നേരത്തെ എ സ്കാനിൽ എക്സ് ആക്സിസ് എന്തായിരുന്നു? എ സ്കാനിൽ എക്സ് ആക്സിസ് ടൈമും വൈ ആക്സിസ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്ന എലമെന്റ് അല്ലെ, സിഗ്നൽ സ്ട്രെങ്ത്. എന്നാ ബി സ്കാനില് എക്സ് ആക്സിസിൽ വേറൊരു വാല്യൂ എടുക്കുക, വൈ ആക്സിസിലാണ് ടൈം എടുക്കുക. നേരത്തെ എക്സ് ആക്സിൽ എടുത്ത സാധനത്തെ ഇവിടെ വൈ ആക്സിസിൽ എടുക്കും, ടൈം എടുക്കും. ആണ് ഇവിടെ പറഞ്ഞത്. ഇൻ ബി സ്കാൻ ദ ടൈം ഓഫ് ലൈറ്റ് is displayed along the vertical axis, that is y axis, and the linear position of the transducer. ട്രാൻസ്ഡ്യൂസറിന്റെ മൂവ്മെന്റ് ഉണ്ടല്ലോ, നമ്മളിപ്പോ ട്രാൻസ്ഡ്യൂസർ ഈ ഒരു എലമെന്റിൽ ട്രാൻസ്ഡ്യൂസർ ഈ ഒരു പൊസിഷനിലുള്ള എക്സ്ട്രീം എൻഡ്. ട്രാൻസ്ഡ്യൂസറിനെ ഞാനൊരു 1 സെന്റിമീറ്റർ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു. അത് ജസ്റ്റ് ട്രാൻസ്ഡ്യൂസറിനെ നീക്കുന്നു, ഇപ്പോൾ ഉള്ള പൊസിഷനിൽ നിന്ന് കുറച്ചൊന്ന് ഇങ്ങോട്ട് നീക്കുന്നു. അങ്ങനെ 2 സെന്റിമീറ്റർ നീക്കി ഒരു ഈ മെറ്റീരിയലിന്റെ ലെങ്ത് മൊത്തം 10 മീറ്റർ ആണെങ്കിൽ 10 മീറ്റർ എത്തുമ്പോഴേക്കും ട്രാൻസ്ഡ്യൂസർ ഇപ്പോൾ ഈ പൊസിഷനിലേക്ക് എത്തും അല്ലെ, ഈ ഒരു ലീനിയർ മോഷൻ. അപ്പൊ ഈ ട്രാൻസ്ഡ്യൂസറിന്റെ പൊസിഷൻ ഉണ്ടല്ലോ, പൊസിഷണൽ ചേഞ്ച് ആണ് ഞാൻ എക്സ് ആക്സിസിൽ എടുക്കുക. സോ എക്സ് ആക്സിസിൽ ട്രാൻസ്ഡ്യൂസറിന്റെ പൊസിഷൻ, ദാറ്റ് ഈസ് ട്രാൻസ്ഡ്യൂസർ പൊസിഷൻ, വൈ ആക്സിസിൽ ടൈമും എടുത്തിട്ട് നമ്മൾ ഇതേപോലെ പ്രസന്റേഷൻ ചെയ്യാണ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇൻഫോർമേഷൻസ് കിട്ടുക എന്നുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ബി സ്കാൻ ഇതിലൂടെ ക്ലിയർ ചെയ്യാം. ഇതേ സെയിം വർക്ക് പീസ് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അതിൽ ബി എന്ന് പറഞ്ഞു സി എന്ന് പറഞ്ഞു 2 ക്രാക്ക് എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ഇതൊക്കെ നോൺ ആണ്.
അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ വർക്കിംഗ് പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് കഴിഞ്ഞ് ഇത് എ സ്കാൻ കഴിഞ്ഞു, ഇതിന് നോക്കണ്ട. ബി സ്കാൻ നമുക്കറിയാം എക്സ് ആക്സിസിൽ സ്കാനിങ് ഡിസ്റ്റൻസ് അല്ലെ, പ്രോബിന്റെ ഡിസ്റ്റൻസ്. വൈ ആക്സിസിലോ ടൈം. ഓക്കെ, ഇപ്പൊ പ്രോബുള്ള എൻഡിനെ ഞാൻ 0 പൊസിഷൻ എന്ന് വിളിക്കുന്നത്. 0 പൊസിഷൻ. ഓക്കെ, 0 പൊസിഷൻ. ഈ 0 പൊസിഷനിൽ ഇവിടുന്ന് ഇപ്പോ സൗണ്ട് വേവ് വരുന്നു, എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ തട്ടി റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരുന്നുണ്ട് അല്ലെ. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ റിഫ്ലക്ട് ചെയ്ത് വരാൻ എടുക്കുന്ന സമയം ഏതാണ്ട് 7 അല്ലെങ്കിൽ 8 സെക്കൻഡാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പം തിരിച്ചു വരുമ്പോ സൗണ്ട് വേവ് തിരിച്ചു വരുമ്പോ അതിന് കറസ്പോണ്ടിങ് എത്ര മിനിറ്റ് ആണ് ഇവിടുത്തെ, 7 മിനിറ്റ് ആണെങ്കിൽ 7ാമത്തെ മിനിറ്റിൽ ഒരു പോയിന്റ് കിട്ടും. ജസ്റ്റ് ഞാൻ ഇയാളെ വീണ്ടും മൂവ് ചെയ്തു, 1 സെന്റിമീറ്റർ പ്രോബിനെ വലത്തോട്ടേക്ക് മൂവ് ചെയ്തു. ആ സമയത്ത് എന്താ സംഭവിക്കുക, സൗണ്ട് വേവ് വരും, തട്ടും, മേലെ പോകും. ആ സമയത്ത് 1 സെക്കൻഡ് അല്ലെ ഒരു മീറ്റർ അല്ലേ ഞാൻ മൂവ് ചെയ്ത്, 1 മീറ്റർ അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ എന്താണോ ഞാൻ എക്സ് ആക്സിൽ എടുത്ത ആ യൂണിറ്റ്. ഞാൻ മീറ്റർ ആണ് എടുക്കുന്നതെങ്കിൽ 1 മീറ്റർ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കിയപ്പോഴും എനിക്ക് സെയിം വേവ്സ് തന്നെ റിഫ്ലക്ട് ചെയ്ത് വന്നു, അവിടെ ഒരു പോയിന്റ്. അങ്ങനെ ഈ മൊത്തം ലെങ്ത് ഇല്ലേ, ഈ എയുടെ ലെങ്ത് ഇതൊരു 5 മീറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു 3 മീറ്റർ ആണെങ്കിൽ ഈ 3 മീറ്റർ റേഞ്ചിലും എനിക്ക് ഇവിടെ റിഫ്ലക്ട് ചെയ്ത് വരുന്ന വേവ് സെയിം വേവ് ആയിരിക്കും അല്ലെ, ആയിരിക്കൂലടാ. ഓക്കെ, അപ്പോ ഇതാ നമുക്ക് നോക്കാം. ഈ 3 മീറ്റർ സ്കാനിങ് ഡിസ്റ്റൻസ് 3 മീറ്റർ വരെ എനിക്കൊരു സെയിം ഗ്രാഫാ കിട്ടിയത് അല്ലെ. ഇനി ഞാൻ ഈ പറയുന്ന പ്രോബിനെ നീക്കി 3 മീറ്ററും കഴിഞ്ഞ് അടുത്ത 4 മീറ്റർ എത്തി. 4 മീറ്റർ എത്തിയപ്പോഴും വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം 4 മീറ്ററിൽ എത്തിയാൽ ഇവിടുന്ന് സൗണ്ട് വേവ് ഇങ്ങനെ വരും, താഴെ തട്ടും, തിരിച്ചു പോകും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബാക്ക് വാൾ സിഗ്നൽ ഇവിടെ ഉണ്ട്. ഏറ്റവും താഴെയിലായിട്ട് ഒരു 9 മിനിറ്റ് സമയത്ത് ഇവിടെ ടൈം ഗ്രാഫ് നോക്കണേ, മേലെ താഴോട്ടേക്കാ 0 1 2 3 4 5. ഒരു ഗ്രാഫിന്റെ ആക്സിസിൽ നമ്മൾ വാല്യൂസ് കൊടുക്കുന്നത് താഴോട്ടേക്കാണ്. അപ്പോൾ 9 മിനിറ്റിൽ, അതായത് ഈ താഴെ തട്ടി തിരിച്ചു വരുമ്പോൾ നമുക്ക് 9ാമത്തെ മിനിറ്റിൽ ചെറിയ ഗ്രാഫ് കിട്ടുന്നുണ്ട്. അപ്പൊ എന്തോ ആയിക്കോട്ടെ, ഞാനിപ്പോ പ്രോബിനെ മൂവ് ചെയ്ത് ഇപ്പം ക്രാക്ക് ഉള്ള സ്ഥലത്ത് പ്രോബ് ഉണ്ട്. ഇവിടെ എത്തി നമുക്കറിയാം സൗണ്ട് വേവ് പോവും, സൗണ്ട് വേവ് പോയിട്ട് ബിയിൽ തട്ടും, തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും. അതിനെടുക്കുന്ന സമയം വളരെ ചെറിയ സമയമുള്ളൂ അല്ലെ. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബിയുടെ എക്കോ ഉണ്ടാകാൻ എടുത്ത സമയം 4 അല്ലെങ്കിൽ 5 മിനിറ്റ് ആണ് അല്ലെ, 5 സെക്കൻഡ് ആണ്. അപ്പോ വൈ ആക്സിസിൽ ഈ ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, ഒരു പോയിന്റ് കിട്ടും അല്ലെ. ഞാൻ സ്കാനറിന്റെ യൂണിറ്റിനെ അല്ലെങ്കിൽ പ്രോബിനെ കുറച്ചും കൂടി ഒന്ന് മൂവ് ചെയ്തു. ആ സമയത്തും ഇതേ ബിയിൽ തട്ടിയിട്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ അവിടെയും സെയിം ഡോട്ട് കിട്ടും. അങ്ങനെ ഒരു പർട്ടിക്കുലർ റേഞ്ച് വരെ ബിയുടെ ഗ്രാഫ് കിട്ടി. ഓക്കെ, ഇനി ഞാൻ സ്കാനർ യൂണിറ്റിനെ വീണ്ടും ഹൊറിസോണ്ടലി മൂവ് ചെയ്തു. ഇപ്പൊ സ്കാനർ യൂണിറ്റിന്റെ പൊസിഷൻ എക്സ് ആക്സിസിൽ കുറച്ചുകൂടി മുമ്പിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇപ്പൊ നമുക്ക് നോക്കാം 7 എന്ന് പറയുന്നത് 7 മീറ്റർ, അതായത് ഈ എൻഡിൽ നിന്നും 7 മീറ്റർ അങ്ങോട്ടേക്ക് മാറിയപ്പോ അത് സീഡ് അടുത്തെത്തി. ഇവിടുന്ന് സൗണ്ട് വേവ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. നേരത്തേനേക്കാളൊക്കെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ റിഫ്ലക്ട് ചെയ്ത് വരും. നമുക്ക് നോക്കാം, ഇവിടെ ഇപ്പോ ഏതാണ്ട് 1 സെക്കൻഡ് അല്ലെങ്കിൽ 1.5 സെക്കൻഡ് ആകുമ്പോഴേക്കും സിയിലേക്ക് ഇവിടെ ഡോട്ട് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. സ്കാനർ യൂണിറ്റിനെ കുറച്ചും കൂടി മൂവ് ചെയ്തു. ആ സമയത്തും സെയിം. അപ്പൊ അങ്ങനെ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലൈനും കൂടി കിട്ടി അല്ലെ. അപ്പൊ ഇപ്പൊ എനിക്ക് ഡിസ്പ്ലേ ഡിവൈസിൽ നേരത്തെ പോലെ ഒരു പീക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഷൂട്ടപ്പോ ഒന്നും അല്ല ഉള്ളത്, ലൈൻസ് ആണ്, ഹൊറിസോണ്ടൽ ലൈൻസ് ആണ് കിട്ടിയത് അല്ലെ. നമുക്ക് നോക്കാം, ഇവിടെ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എ ഇവിടെ 3 മീറ്റർ ലെങ്ത് ആണ് എക്ക് ഇവിടെ ഉള്ളതെങ്കിൽ അതേ 3 മീറ്റർ ലെങ്ത്തിൽ എനിക്കൊരു ലൈൻ കിട്ടിയിട്ടുണ്ട്. ദെൻ ബി ഇവിടെ ഇത്രയും ഏരിയയിൽ ബി ഉണ്ട്. അപ്പൊ ഈ ബിക്ക് കറസ്പോണ്ടിങ് ഇത് എത്ര ലെങ്ത് ആണ് ഈ ക്രാക്കിനുള്ളത്, ആ ക്രാക്കിൽ ലെങ്ത്തിന്റെ അതേ ക്രാക്ക് ലെങ്ത്തിൽ എനിക്ക് ബി എന്ന് പറഞ്ഞിട്ട് അല്ലെ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലൈൻ കിട്ടും. ഇവിടെ നമുക്ക് നോക്കാം സിയുടെ ലെങ്ത് ഇപ്പോ എത്രയാണോ ഈ ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് ഇവിടെ ഒരു ഗ്രാഫ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആക്ച്വലി ഇത് എന്താണ്, ഈ ടെസ്റ്റ് പീസിനെ, ഈ വർക്ക് പീസിനെ ഞാൻ ക്രോസ് സെക്ഷണൽ വ്യൂ എടുക്കുകയാണ്. അതായത് ഇതിനെ നടുക്കുന്ന് കട്ട് ചെയ്യാണ്. നടുക്ക് പറഞ്ഞാൽ ഇങ്ങനെ ഇവിടുന്ന് ഈ പ്ലെയിനിൽ കട്ട് ചെയ്യാണ്. ക്രോസ് സെക്ഷണൽ വ്യൂ ഈ പ്ലെയിനിൽ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തെടുത്താൽ കാണുന്നത് ഇത് തന്നെയല്ലേ, ഈ സ്റ്റെപ്പ് ഉണ്ടാവും, ഈ ബി എന്ന് പറയുന്ന ക്രാക്ക് കാണും, സി എന്ന് പറയുന്ന ക്രാക്ക് കാണും. അത് തന്നെയല്ലേ ഇവിടെയും കാണുന്നത്.
എ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ബി എന്ന് പറയുന്ന ക്രാക്കിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഓറിയന്റേഷൻ ഇവിടെ ഉണ്ട്, സി എന്ന് പറയുന്ന ക്രാക്കിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഓറിയന്റേഷൻ ഉണ്ട് അല്ലെ. ആക്ച്വലി ബി സ്കാൻ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമ്മുടെ ടെസ്റ്റ് പീസിന്റെ ക്രോസ് സെക്ഷണൽ വ്യൂ തന്നെയാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. ക്രോസ് സെക്ഷണൽ വ്യൂ. ഓക്കെ, ഇവിടെ എക്സ് ആക്സിസിൽ എന്താണ് എടുക്കുക? എക്സ് ആക്സിസിൽ എന്താണ് എടുക്കുന്നത്? പ്രോബിന്റെ ലീനിയർ സ്കാനിങ് ഡിസ്റ്റൻസ്. വൈ ആക്സിസിൽ ടൈം, ഇലാപ്സ്ഡ് ടൈം, അതായത് മെറ്റീരിയലിൽ തട്ടിയിട്ട് തിരിച്ചു വരാൻ എടുക്കുന്ന സമയം. ഇനി ഈ ഒരു റെപ്രസെന്റേഷനിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഡാറ്റാസ് ആണ് ക്രാക്കിനെ പറ്റി കിട്ടുക? ക്രാക്കിന്റെ പൊസിഷൻ, സൈസ്, ഡെപ്ത് ഇൻഫർമേഷൻ കിട്ടുമോ? ഈ ഡെപ്ത് ഇൻഫർമേഷൻ കിട്ടുമോ? കിട്ടൂലേ? നേരത്തെ പോലെ തന്നെ ടൈം നമുക്ക് അറിയാമോ? ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഡെപ്ത് ഇൻഫർമേഷൻ കിട്ടും. പിന്നെയോ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുമോ? പൊസിഷൻ എന്നാണോ പറയാ? അപ്പം എനിക്കിപ്പോ അറിയേണ്ടത് ക്രാക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രണ്ട് കാര്യം അറിയേണ്ടത്. ഒന്ന്, എത്ര ആഴത്തിലാണ് ക്രാക്ക് ഉള്ളത്, അതായത് സർഫസ് എത്ര ആഴത്തിലാണ്, അതായത് ഡെപ്ത്. പിന്നെ എനിക്ക് അറിയേണ്ടത് എത്ര സൈസ് ഉണ്ട് ക്രാക്കിന്, എത്ര. ഇത് എവിടുന്ന് കിട്ടും നമുക്ക്? ഈ ഒരു സൈസ് എവിടുന്ന് കിട്ടുക? ഇതിന്റെ മെഷർമെന്റ് എവിടുന്ന് കിട്ടുക? ഈ എക്സ് ആക്സിസിലെ റീഡിങ് നോക്കിയാൽ പോരെ. ഇപ്പൊ എ 0 മുതൽ 3 വരെയാണ് എ എന്ന് പറയുന്ന റെപ്രസെന്റേഷൻ ഉള്ളത്. അതായത് ഈ എ എന്ന് പറയുന്നതിന്റെ ലെങ്ത് എത്രയാണ്? 3 മീറ്റർ ലെങ്ത് ഉണ്ട് അല്ലെ. ഇവിടെ ബി നോക്കാം. നമുക്കിപ്പോ 4 to 5 വരെയൊക്കെയാണ് ഇവിടെ ഉള്ളത് അല്ലെ. അപ്പൊ ബി എന്ന് പറയുന്ന ക്രാക്കിന്റെ ഡെപ്ത് നമുക്ക് ടൈം വെച്ചാൽ കിട്ടും. ഇത്ര ഡെപ്തില് ഇതിന്റെ നീളം, ഞാൻ എക്സ് ആക്സിസ് സെന്റിമീറ്റർ യൂണിറ്റ് എടുക്കുന്നെങ്കിൽ 1 സെന്റിമീറ്റർ ലെങ്ത്തിൽ ഒരു ക്രാക്ക് ഉണ്ട് എന്ന് പറയാം അല്ലെ. ദെൻ സിയുടെ ഡെപ്ത് ഇൻഫർമേഷൻ നമുക്ക് ടൈം വെച്ചിട്ട് കിട്ടും. ഇവിടെ ഇപ്പൊ നമുക്ക് സിയുടെ നോക്കാം. ഒരു 1.5 സെന്റിമീറ്റർ ആണ് ഇവിടെ റീഡിങ് ഉള്ളത് അല്ലെ. അപ്പോ ഇത്രയും ഡെപ്തില് 1.5 സെന്റിമീറ്റർ ലെങ്തില് ഒരു ക്രാക്ക് ഉണ്ട് എന്ന് പറയാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് ബി സ്കാൻ തരുന്നത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഡെപ്ത് ഇൻഫർമേഷനും മറ്റൊന്ന് ക്രാക്കിന്റെ സൈസും ആണ് അല്ലെ. ക്രാക്കിന്റെ മെഷർമെന്റ്, ലീനിയർ മെഷർമെന്റും കൂടി കിട്ടും. ക്ലിയർ അല്ലടാ? ഹലോ, അതെ സർ, ക്ലിയർ ആണ്. എ സ്കാനും കഴിഞ്ഞു, ബി സ്കാനും കഴിഞ്ഞു. ഇനിയുള്ളത് സി സ്കാൻ പ്രസന്റേഷൻ. The C scan presentation provides a plan type view of the location and size of test specimen features. The plan of the image is parallel to the scan pattern of the transducer. കൂടുതൽ പറഞ്ഞു നിങ്ങളെ കുഴപ്പിക്കുന്നില്ല. ഇവിടെ ഒരു ടെസ്റ്റ് പീസ് ഉണ്ട്. ടെസ്റ്റ് പീസ് ഇവിടെ ഒരു ടെസ്റ്റ് പീസ് കാണാലോ. ഇതിന്റെ സൈഡ് വ്യൂ ആണിത്. ഇതേ ടെസ്റ്റ് പീസിന്റെ ടോപ്പ് വ്യൂ ആണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു മെറ്റൽ ബ്ലോക്കോ എന്തോ ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ടെസ്റ്റ് പീസ് ആയിക്കോട്ടെ, ഇതിന്റെ ടോപ്പ് വ്യൂ. ടോപ്പിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താ കാണാം? റെക്ടാംഗിൾ കാണും അല്ലെ. റെക്ടാംഗിൾ കാണും. ദെൻ നിങ്ങൾക്ക് ടെസ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഇതിലൊരു ക്രാക്ക് ഉണ്ട് എന്ന് ഞാൻ ആദ്യമേ പറയാണ്. ഇതിലൊരു ക്രാക്ക്, ഇത് ഒരു പിയർ ഷേപ്പ് ക്രാക്ക് നിങ്ങൾക്ക് കാണാം. ഒരു ക്രാക്കും ഉണ്ട്. ഇതാണ് ഇതിന്റെ ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂവിനെ അല്ലേ നമ്മൾ പ്ലാൻ വ്യൂ എന്ന് പറയാം അല്ലെ. ഇപ്പം ടെസ്റ്റ് പീസിന്റെ ടോപ്പ് വ്യൂ തന്നെയാണ് നമുക്ക് ഡിസ്പ്ലേ ഡിവൈസ് കിട്ടുക. ഇതാണ് സി സ്കാൻ ഡിസ്പ്ലേ. ഈ സി സ്കാൻ ഡിസ്പ്ലേയിൽ നമുക്ക് എന്താ റിസൾട്ട് ആയിട്ട് കിട്ടുക എന്ന് വെച്ചാൽ ടെസ്റ്റ് പീസിന്റെ ടോപ്പ് വ്യൂ ഇതാണ് നമുക്ക് കിട്ടുക. ആക്ച്വലി ഈ ഒരു ക്രാക്ക് സർഫസിലായിരിക്കൂലേ, നമ്മുടെ ടെസ്റ്റ് പീസിന്റെ കുറച്ച് ഡെപ്തിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ടോപ്പ് വ്യൂവിൽ ജസ്റ്റ് ആ ഒരു ക്രാക്ക് കാണിച്ചു എന്നേ ഉള്ളൂ. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഞാനിപ്പോ ഈ ടെസ്റ്റ് പീസിന്റെ ഏറ്റവും ഒരു എൻഡിൽ നിന്ന്, അതായത് ടോപ്പ് വ്യൂ വെച്ചിട്ട് ഞാൻ പറയാം. ഈ ഒരു പോയിന്റിലാണ് ഇപ്പൊ എന്റെ പ്രോബിള്. ഈ പോയിന്റ് പ്രോബാന്ന് വെച്ചോ. ഇതിൽ ഞാൻ എങ്ങനെയാ സ്കാൻ ചെയ്യാന്ന് വെച്ചാൽ, ടെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ലീനിയർ ഫാഷനിലാണ് സ്കാൻ ചെയ്യുക. ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ കംപ്ലീറ്റ് ചെയ്യും.
ഇത് പ്രോബ് ഇതേപോലെ മൂവ് ചെയ്യും. അപ്പൊ ഇപ്പൊ പ്രോബ് പോയതിന്റെ അടിഭാഗത്ത് എവിടെയെങ്കിലും ക്രാക്ക് ഉണ്ടോ? ഇല്ല. ഇല്ല അല്ലെ. അപ്പൊ ഒരു ലൈന്, ഒരു ലീനിയർ മോഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്കാനിങ് എന്ന് പറയുന്നത് തൊട്ട് താഴെ തിരിച്ച് ഇതേപോലെ ലീനിയർ സ്കാനിങ്. ഓക്കെ, ഇപ്പോഴും എവിടെയെങ്കിലും ക്രാക്ക് ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. അടുത്ത മൊമെന്റിൽ വീണ്ടും ലീനിയർ സ്കാനിങ്, ഇതിനെ റോസ്റ്റർ സ്കാനിങ് എന്നൊക്കെ പറയും. ഇപ്പൊ പക്ഷെ ഇവിടെ എത്തുമ്പോഴേക്കും ക്രാക്ക് ഉണ്ട്. അപ്പൊ ആദ്യത്തെ രണ്ട് ലൈനിന്റെ കേസിലും സൗണ്ട് വേവ്, പോകുന്ന സൗണ്ട് വേവ് ബാക്ക് വാൾ, അതായത് മെറ്റീരിയലിന്റെ ബാക്ക് വാൾ താഴത്തെ സൈഡ് സർഫസിൽ തട്ടി തിരിച്ചു പോവുക ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമുക്കൊരു കോൺസ്റ്റന്റ് വേവ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡുള്ള വേവ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ സ്കാനിങ് യൂണിറ്റിന്റെ അല്ലെങ്കിൽ ആ സ്കാനറിന്റെ ലൊക്കേഷൻ ഞാനിപ്പോ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം. ആദ്യം ഇനീഷ്യലി ഈ ഡിസ്പ്ലേ ഡിവൈസ് ബ്ലാങ്ക് ആയിരിക്കും, ഇതേപോലെ ലൈൻസ് ഒന്നും ഉണ്ടാവില്ലേ, ഫുൾ ബ്ലാങ്ക് ആയിരിക്കും. ഈ ബ്ലാങ്ക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഡിവൈസ് ഞാൻ ഇവിടെ പ്രോബ് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് പ്രോബ് മൂവ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും? പ്രോബ് സൗണ്ട് വേവ് ജനറേറ്റ് ചെയ്യും, മെറ്റീരിയലിലേക്ക് അയക്കും, തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് വരുന്ന വേവിനെ റിസീവ് ചെയ്യും, അത് ഡിസ്പ്ലേ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യും. അപ്പോ ജസ്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇപ്പൊ എനിക്കൊരു കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡിലുള്ള സൗണ്ട് വേവ് ആണ് തിരിച്ചു വരുന്നത്, കാരണം എവിടെയും ഡിഫക്റ്റ് ഒന്നുമില്ല. അപ്പൊ ഒരു കോൺസ്റ്റന്റ് റിഫ്ലക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇതേപോലെ ഡിസ്പ്ലേ ഡിവൈസിൽ ഞാനിപ്പോ ഇവിടുന്ന് ഒരു 2 സെന്റിമീറ്റർ മൂവ് ചെയ്തെങ്കിൽ ഡിസ്പ്ലേ ഡിവൈസിലും അതിന് സ്കെയിലിംഗ് നടന്നിട്ട് ഒരു 2 സെന്റിമീറ്ററിനെ ഇവിടെ സ്കെയിൽ ചെയ്തിട്ട് ഇപ്പൊ ഒരു 4 സെന്റിമീറ്ററിലായിരിക്കും ചിലപ്പോൾ കാണാം, അല്ലെങ്കിൽ സെയിം 2 സെന്റിമീറ്ററിലായിരിക്കും കാണാം. അതേപോലെ ഒരു ലൈൻ കിട്ടും. ഇവിടെ ഞാൻ മെറ്റീരിയലിന്റെ മൊത്തം ലെങ്ത് എന്ന് പറയുന്ന ഒരു 100 സെന്റിമീറ്റർ എന്ന് വെച്ചോ, ഞാനിവിടെ ഒന്നാമത്തെ 100 സെന്റിമീറ്റർ ലൈന് കവർ ചെയ്തു, എവിടെ എന്തില്ല, ക്രാക്ക് ഇല്ല. അപ്പൊ നമുക്കൊരു കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡിലുള്ള വേവ് റിഫ്ലക്ട് ചെയ്ത് വരിക. സോ അതേപോലെ 100 സെന്റിമീറ്ററിന് സ്കെയിൽ ചെയ്തിട്ട് 100 സെന്റിമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിസ്പ്ലേയിലും ഒരു ലൈൻ കിട്ടും. ദെൻ രണ്ടാമത്തെ സ്കാനിങ് പാറ്റേൺ പാരലൽ ആയിട്ട്, പാരലൽ സ്കാനിങ് ആണ് രണ്ടാമത്തെ സ്കാനിങ് പാറ്റേൺ, എവിടെയും എന്തില്ല, ക്രാക്ക് ഇല്ല. അപ്പോ അടുത്ത മൊമെന്റിൽ ഡിസ്പ്ലേയിൽ രണ്ടാമത്തെ ലൈന് തെളിഞ്ഞു വരും, ഡിസ്പ്ലേയിൽ രണ്ടാമത്തെ ലൈന് തെളിഞ്ഞു വരും. അങ്ങനെ ചെയ്ത് പോകുമ്പോ ഒരു സ്ഥലത്ത് എത്തിയപ്പോ, മൂന്നാമത്തെ ലെയറിലേക്ക് എത്തിയപ്പോ ഇവിടെ എത്തുമ്പോഴേക്കും എന്തുണ്ട്, റിഫ്ലക്ട് ചെയ്ത് വരുന്ന വേവിന് ചെറിയ മാറ്റം ഉണ്ട്, ഡിസ്റ്റോഷൻ ഉണ്ട് അല്ലെ. ഡിസ്റ്റോഷൻ കാരണം എന്താ, ഇപ്പൊ ഉള്ള സ്ഥലത്ത് എന്തുണ്ട്, ക്രാക്ക് ഉണ്ട് അല്ലെ. ഇല്ലേടാ. അപ്പോ അങ്ങനെ ഒരു സിഗ്നൽ വാരിയേഷൻ വരുന്ന സ്ഥലത്ത് എന്ത് തരില്ല ഇയാള്, റെപ്രസെന്റേഷൻസ് അല്ലെങ്കിൽ ഈ ലൈൻ ഒന്നും തരില്ല, ഡോട്ടുകൾ ഒന്നും തരില്ല, അവിടെ ഫ്രീ ആക്കി വിടും. ദെൻ വീണ്ടും ക്രാക്ക് കഴിഞ്ഞ് ഇപ്പുറത്തുമ്പോഴേക്കും നേരത്തെ പോലെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷനിലുള്ള വേവ് കിട്ടാൻ തുടങ്ങി. അപ്പൊ അവിടുന്ന് അങ്ങോട്ട് ലൈൻ ഉണ്ടാവും. ദെൻ തിരിച്ച് ഇവിടുന്ന് വീണ്ടും അടുത്ത സ്കാനിങ് തിരിച്ച് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവിടം വരെ കോൺസ്റ്റന്റ് ലൈൻ എനിക്ക് കിട്ടും അല്ലെ, കോൺസ്റ്റന്റ് ലൈൻ കിട്ടും. ഈ ക്രാക്കിന്റെ അടുക്ക് എത്തുമ്പോഴേക്കും ഒന്നും കാണിക്കൂല, അവിടെ എത്തുമ്പോഴേക്കും റെപ്രസെന്റേഷൻ ഒന്നും ഉണ്ടാവില്ല. ദെൻ ക്രാക്ക് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും അവിടുന്ന് ഒരു കോൺസ്റ്റന്റ് ലൈൻ കിട്ടും. ദെൻ പിന്നെ ഇതിന്റെ താഴോട്ട് എവിടെയും എന്തില്ല, ക്രാക്ക് ഒന്നുമില്ല, പിന്നെ എനിക്ക് കണ്ടിന്യൂസ് ലൈൻസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ എന്റെ ക്രാക്ക് ഇവിടെ ഒരു പിയർ ഷേപ്പ് ആയിരുന്നു അല്ലെ, ഒരു പയറുമണി പോലെയല്ലേ ഉണ്ടായിന്, അതേ ഷേപ്പില് എനിക്ക് ഇവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് കിട്ടും. അപ്പോ ഇതിന്റെ സ്കെയിലിങ്ങിനനുസരിച്ചിട്ട് ഇതിന്റെ സൈസ് മാറേ. ഇവിടെ ഇപ്പോ 1 സെന്റിമീറ്റർ മൂവ്മെന്റിനെ എനിക്കിവിടെ 2 സെന്റിമീറ്റർ ലൈനായിട്ടാണ് കാണിക്കുന്നതെങ്കിൽ, ഇത് മൊത്തം 100 മീറ്ററിന്റെ സർഫസ് ആണെങ്കിൽ, 100 സെന്റിമീറ്ററിന്റെ സർഫസ് ആണെങ്കിൽ എനിക്കിവിടെ 200 സെന്റിമീറ്റർ റീഡിങ് കിട്ടും, മൊത്തം റീഡിങ്. അതേപോലെ ഇതിന്റെ നിന്ന് നമുക്ക് കുറെ ഇൻഫർമേഷൻസ് കിട്ടും. സംഭവം എന്താണെന്ന് മനസ്സിലായോ? ഇവിടെ എക്സ് ആക്സിസും വൈ ആക്സിസും ഒന്നും അല്ല, നമ്മൾ ഇതിന്റെ ഒരു ടെസ്റ്റ് പീസിന്റെ പ്ലാൻ വ്യൂ ആണ് നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് കിട്ടുക. പ്ലാൻ വ്യൂവിൽ നമുക്ക് എന്ത് ചെയ്യും, ക്രാക്കിന്റെ ഇൻഫർമേഷൻസ് അടക്കം കിട്ടും. അതായത് ക്രാക്ക് ഉള്ള സ്ഥലങ്ങളിൽ റെപ്രസെന്റേഷൻ ഉണ്ടാവില്ല, ക്രാക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഒരു ലൈൻ ഫോർമേഷൻ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ അടുത്ത് നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ കിട്ടും? ഡെപ്ത് ഇൻഫർമേഷൻ കിട്ടുമോ? ഷേപ്പ് ഇല്ല. ഡെപ്ത് ഇൻഫർമേഷൻ കിട്ടില്ല, കാരണം ടൈം എന്ന് പറയുന്ന ഒരു എലമെന്റ് ഇവിടെ എഴുതി എടുക്കുന്നേ ഇല്ല. പിന്നെന്താ കിട്ടുക? ക്രാക്കിന്റെ ഷേപ്പിനെ പറ്റിയുള്ള ഐഡിയ കിട്ടും അല്ലെ, ഷേപ്പിനെ പറ്റി ഐഡിയ കിട്ടും. പിന്നെയോ സൈസിനെ പറ്റി ഐഡിയ കിട്ടൂലേ,
ഇപ്പൊ ഇതിന്റെ ലെങ്ത്, ടോട്ടൽ ലെങ്ത് ഒരു 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ സ്കെയിലിങ്ങിനനുസരിച്ച് എനിക്ക് ഇവിടെ അതേ സൈസ് കിട്ടൂലേ? ഷേപ്പ് ഇൻഫർമേഷൻ കിട്ടും, സൈസ് ഇൻഫർമേഷൻ കിട്ടും, പിന്നെയോ വേറെ എന്തെങ്കിലും കിട്ടോ? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കിട്ടും. അതായത് സർഫസിൽ നിന്നും എത്ര അകലെയാണ് ഡെപ്ത് ഇൻഫർമേഷൻ കിട്ടൂലെങ്കിലും എത്ര ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ക്രാക്കിലേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കിട്ടൂലേ? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. സർഫസ് ഇപ്പം നമുക്ക് ഇവിടെ ഡിഫക്റ്റ് ഉണ്ട്, ഈ ഡിഫക്റ്റ് തന്നെ സൈഡ് വ്യൂ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, ഈ ഡിഫക്റ്റ്. അപ്പൊ ഈ ഒരു പോയിന്റിൽ നിന്നും ഡിഫക്റ്റിലേക്കുള്ള ലെങ്ത്, ഈ എൻഡ് പോയിന്റിൽ നിന്നും നമുക്ക് ഈ ഒരു ലെങ്ത് നോക്കിയാൽ പോരടാ, ഈ ഡിസ്പ്ലേ ഡിവൈസിൽ ഈ ലെങ്ത് നോക്കിയാൽ പോരെ. നമുക്ക് ഇതിന്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കിട്ടും, ഡെപ്ത് ഇൻഫർമേഷൻ കിട്ടൂല, പക്ഷെ ഇതിന്റെ ഷേപ്പ്, ഇതിന്റെ സൈസ്, ഇതിന്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും നമുക്ക് കിട്ടും, ഇല്ലേ? ദിസ് ഈസ് സി സ്കാൻ പ്രസന്റേഷൻ അല്ലെങ്കിൽ സി സ്കാൻ ഡിസ്പ്ലേ ഡിവൈസസ്. ക്ലിയർ ആണോ? അപ്പോ അൾട്രാസോണിക് ടെസ്റ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ്, 4 ഇൻസ്ട്രുമെന്റ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. പൾസർ റിസീവർ യൂണിറ്റ്, ട്രാൻസ്ഡ്യൂസർ യൂണിറ്റ്, കപ്ലന്റ് യൂണിറ്റ് അല്ലെ കപ്ലന്റ് മീഡിയം, then last one display devices. ഈ 3 ഡിസ്പ്ലേ ഡിവൈസ്, എ സ്കാൻ, ബി സ്കാൻ, സി സ്കാൻ, നിങ്ങളുടെ സീരീസ് എക്സാമിന്റെ ക്വസ്റ്റൻ ആണ്, യൂണിവേഴ്സിറ്റി എക്സാമിന്റെ റിപ്പീറ്റഡ് എസ്സേ ക്വസ്റ്റൻ ആണ് ഈ ഡിസ്പ്ലേ ഡിവൈസ്. ഡിസ്പ്ലേ ഡിവൈസ് എന്ന് പറഞ്ഞല്ല ചോദിച്ചത്, സ്കാനിങ് യൂണിറ്റ്സുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഇപ്പൊ സ്കാനിങ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, നമ്മൾ മെഡിക്കൽ ഫീൽഡിലൊക്കെ അൾട്രാസോണിക് സ്കാനിങ് നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ?